ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. വീടിന്റെ അവസ്ഥ കണ്ടോ ഗൈസ്? അപ്പൊ ഇതാട്ടോ, രണ്ടുപേരും കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വീടിന്റെ അവസ്ഥ ഇതാണേ. അപ്പൊ കുഞ്ഞനും കല്യാണിയും കൂടെ ഉള്ള എല്ലാ കളിപ്പാട്ടങ്ങളും എടുത്ത് ഇങ്ങനെ നിരത്തിയിടും, എന്നാലേ ആ പിള്ളേർക്ക് ഒരു തൃപ്തിയുള്ളൂ. അപ്പൊ ഞാനും വിചാരിക്കും, ആയിക്കോട്ടെ, പിള്ളേരുടെ ഇഷ്ടം പോലെ പിള്ളേരുടെ കളിപ്പാട്ടല്ലേ. അപ്പൊ കല്യാണി അവിടെ എന്താ കാണിക്കണേന്ന് വെച്ചാൽ സ്വന്തമായിട്ട് പാൻറ് ഇടുക കേട്ടോ. മറിച്ചാണ് ഇട്ടേക്കുന്നത്. അപ്പൊ എന്തായാലും സ്വന്തമായിട്ടൊക്കെ ഇടാൻ പഠിച്ചിട്ടുണ്ട് കുട്ടി. അപ്പൊ അങ്ങനെ പെട്ടിയുടെ ഒക്കെ മോളിൽ ഇരുന്ന് ഭയങ്കര കളിയാട്ടാ രണ്ടുപേരും കൂടെ. പക്ഷെ ഈ കളിപ്പാട്ടം ഒന്നും അവർ കളിക്കാൻ ഉപയോഗിക്കുന്നില്ല, എല്ലാം നശിപ്പിക്കാനേ ഉപയോഗിക്കത്തുള്ളൂ. പിന്നെ അവരുടെ കളിപ്പാട്ടല്ലേ, അവരെന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പൊ ഏകദേശം സമയം ഒരു 8:45 ആയിട്ടുണ്ട് കേട്ടോ, രാത്രിയില്. അപ്പൊ ഈ ഒരു സമയത്തൊക്കെ ഇവർ രണ്ടുപേരും ഭയങ്കര കളിയാണേ. നമ്മുടെ ചാനലൊക്കെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ നമ്മളെ ഒന്ന് ചെറിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ കല്യാണി മോൾക്ക് ചോറ് ഞാൻ വാരി തരാന്ന് പറഞ്ഞപ്പോ വേണ്ട, ഞാൻ തന്നെ കഴിച്ചോളാം അമ്മയെന്ന് പറഞ്ഞ് തന്നെ കഴിക്കുക കേട്ടോ. അപ്പൊ കൂട്ടിനായിട്ട് അനീത്തി മോളും കൂടെ കൂടിയിട്ടുണ്ടേ. അപ്പം ഒരു ഏകദേശം ഒരു 9 മണിയായ സമയം, 9 അല്ല 9:30 ആയ സമയത്ത് ഏട്ടൻ വിളിച്ചു പറഞ്ഞു, വരൂ നമുക്ക് മൂവിക്ക് പോകാന്ന്. അപ്പൊ അത് കേട്ടപാടി ഞങ്ങളെല്ലാം പെട്ടെന്ന് ഫുഡെല്ലാം കഴിച്ച് നേരെ റെഡിയാകാൻ വേണ്ടിയിട്ട് പോയേ. അപ്പം പുതിയതായിട്ടുള്ള മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ഒക്കെ ആയിട്ടൊരു മൂവി ഉണ്ടല്ലോ, പേട്രിയേറ്റോ, ആ ഒരു മൂവി കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ മൂവി കാണാത്തതുകൊണ്ട് തന്നെ അങ്ങനെ കാണണം എന്നുള്ളൊരു ചിന്തയൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ ഇടയ്ക്ക് മൂവി കാണാൻ പോകുന്നത് കൊണ്ട് തന്നെ പുതിയത് ഇറങ്ങുമ്പോൾ നമ്മൾ അയ്യോ പോകാം പോകാം എന്നുള്ളൊരു ചിന്ത വന്നു കേട്ടോ. അപ്പൊ പിള്ളേർക്കാണെങ്കിലും ഇപ്പൊ വലിയ പ്രശ്നമൊന്നുമില്ല, രണ്ടുപേരും മൂവി കാണാൻ നമ്മളുമായിട്ട് ഒരുപാട് സഹകരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ കല്യാണി മോളെ റെഡിയായി, കുഞ്ഞിന് നേരത്തെ തന്നെ റെഡിയായിരുന്നു. അങ്ങനെ നമ്മൾ മൂവി കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുക കേട്ടോ. അപ്പൊ നമ്മൾ പോകുന്നത് 9:45 ഷോയ്ക്കാണേ. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം കറക്റ്റ് 9:40, 5 മിനിറ്റേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മള് പോകുന്നത് കുറവലങ്ങാട് ബോസ്കോയിലാണ് മൂവി കാണാൻ പോകുന്നത്. അപ്പൊ പെട്ടെന്ന് ധൃതി പിടിച്ചു പോകുക. അങ്ങനെ നമ്മൾ നേരെ ബോസ്കോയിൽ എത്തിയിട്ടുണ്ട്. അവിടുന്ന് പിന്നെ നടക്കലൊക്കെ നമ്മൾ ചാടി കയറി ഓടിയാ പോകുന്നത്. കാരണം നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേനും മൂവി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് ഒക്കെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചെന്നപ്പോഴത്തേനും. അപ്പൊ മൂവി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മൂവി എല്ലാം കണ്ട് നേരെ ഇന്റർവെല്ലിന്റെ സമയമായി. അപ്പൊ നമ്മൾ പോയപ്പം ഒന്നും മേടിച്ചില്ലായിരുന്നു ഇവർക്ക് പോപ്കോൺ ഒന്നും. ഇന്റർവെൽ ആവുന്ന സമയത്ത് മേടിച്ചു തരാന്ന് പറഞ്ഞിരുന്നു. ഇന്റർവെൽ ആയപ്പോ കുഞ്ഞൻ അവിടെ ഇരുന്ന് ഭയങ്കര ഡാൻസ് കളിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ അവിടെ അടുത്ത് കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ പിള്ളേരെ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്ന് ഡാൻസ് ഒക്കെ കളിച്ചു. അപ്പൊ ഏട്ടൻ നേരെ പോയി ജ്യൂസും പോപ്കോണും എല്ലാം പിള്ളേർക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ മൂവി എന്ന് പറയുമ്പോൾ തന്നെ പിള്ളേരെ പറയുന്നത് പോപ്കോൺ തിന്നാം എന്നാട്ടോ. അപ്പൊ ഏകദേശം നമ്മൾ മൂവി കഴിഞ്ഞ് 1 മണിയൊക്കെ ആയി ഇറങ്ങിയിട്ടോ. അപ്പൊ വണ്ടി കയറിയപ്പോ തന്നെ രണ്ടുപേര് നല്ല ഉറക്കത്തിലായി. അപ്പൊ നമ്മൾ നേരെ പോയത് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പൊ പെട്രോൾ അടിച്ച് ഏകദേശം നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോ ഒരു 1:30, 1:45 സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോഴും രണ്ടുപേരും നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.